ബിഗ് ബോസ് മലയാളം സീസൺ 7-ൽ ഒരു ചെറിയ തമാശ രൂപേണയുള്ള അടി നടന്നിരിക്കുകയാണ്. അതായത് മറ്റൊന്നുമല്ല, അനീഷും ഷാനവാസും തമ്മിലാണ് അടി. അടിയുടെ കാരണം കലാഭവൻ സരികയെ കഴുത എന്ന് വിളിച്ച് അപമാനിച്ചു എന്നാണ് ഷാനവാസ് പറയുന്നത്. യഥാർത്ഥത്തിൽ കഴുത എന്ന് വിളിച്ചാൽ എങ്ങനെയാണ് അപമാനമാവുന്നതെന്ന് അനീഷ് തിരിച്ചു ചോദിക്കുന്നുണ്ട്. നമുക്കറിയാം, അനീഷ് ഈ PSC പരീക്ഷയൊക്കെ എഴുതി ജോലി വാങ്ങിയ ആളാണ്. അത്യാവശ്യം വിവരവും ബുദ്ധിയൊക്കെ ഉള്ള ആളാണ്. അതുമാത്രമല്ല, മുകേഷ് മുമ്പ് അവതരിപ്പിച്ച ഏഷ്യാനെറ്റ് തന്നെ സെൽമി ദാൻസർ എന്ന് പറയുന്ന പരിപാടിയിലൊക്കെ അവിടെ ഓഡിയൻസായി പങ്കെടുത്ത ഒരുപാട് പൈസ വിലപേശി വാങ്ങിയിട്ടുള്ള ഒരാളാണ് അനീഷ്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, കഴുതയെന്ന് പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ ബുദ്ധിയില്ലാത്ത ജീവി എന്നുള്ള രീതിയിലല്ല കാണാനുള്ളത്. കഴുതയ്ക്ക് നല്ല മെമ്മറി പവറുള്ള ജീവിയാണ്. കഴുതയ്ക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. കഴുതയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നൊക്കെ പറഞ്ഞ് കഴുതയുടെ മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് അത്ര ഈ കഴുതകളെ പറ്റി അത്ര കാര്യമായിട്ട് അറിഞ്ഞൂടാ. കഴുത എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ലാത്ത ആളുകളെ വിളിക്കുന്ന പേര് എന്ന രീതിയിലാണ് ഷാനവാസ് പറയുന്നത്. അപ്പോൾ കലാഭവൻ സരികയെ അങ്ങനെ ഒരു പേര് വിളിക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ഷാനവാസ് തമാശയ്ക്ക് പറഞ്ഞപ്പോൾ അത് അനീഷ് ഏറ്റുപിടിച്ച് അവിടെ തമാശ രൂപേണയുള്ളൊരു ചെറിയ വഴക്ക് ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് പക്ഷേ വഴക്കായിട്ട് പറയാൻ പറ്റില്ല, ഒരു ഫണ്ണായിട്ടുള്ളൊരു മൊമെൻ്റ് ആയിരുന്നു. ഷാനവാസും അനീഷും തമ്മിൽ ഒരു ടോം ആൻഡ് ജെറി പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുന്നു. അത് കഴിഞ്ഞിട്ട് വീണ്ടും അടുക്കുന്നു, വീണ്ടും അടി കൂടുന്നു, പോയി മാപ്പ് പറയുന്നു, അടി കൂടുന്നു. അങ്ങനെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇവർ ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അനീഷിൻ്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളിൽ ഒരാളായിരിക്കും ഷാനവാസ്. തിരിച്ചും അങ്ങനെ ആവാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടിയും വാർത്തകൾക്ക് വേണ്ടിയും നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.